കൊച്ചിയിലേക്ക് പോകാം. അമൽനാഥ് പാടിശാൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഓണവിശേഷങ്ങളും ഉത്രാടത്തിന്റെ തിരക്കുകളും ഒക്കെ പങ്കുവയ്ക്കാനായി. അമൽ, ഗുഡ് മോർണിംഗ്. വിൻഷ, ഗുഡ് മോർണിംഗ്. യെസ്, പച്ചക്കറി മാർക്കറ്റിലാണ്. അവിടെ പൂക്കളൊക്കെ കാണാം. പച്ചക്കറി മാർക്കറ്റിലാണ്. എവിടെയാണുള്ളത് അമലെ? വിനിഷ, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തെ പച്ചക്കറി മാർക്കറ്റിലാണ്. രാവിലെയോടുകൂടി തന്നെ ഈ പച്ചക്കറി മാർക്കറ്റ് വളരെ ആക്റ്റീവായി തുടങ്ങി എന്നുള്ളതാണ്. രാവിലെ ഏകദേശം ഒരു 7 മണിയോടുകൂടി തന്നെ ഇവിടെ ഈ ലോഡ് എത്തിത്തുടങ്ങി. ആ സാധനങ്ങളൊക്കെ തന്നെയും ഇറക്കി വെക്കുന്ന ആ ഒരു തിരക്കിലാണ് ഇവിടെ ഉള്ളവർ. ഒപ്പം തന്നെ സാധനങ്ങൾ വാങ്ങുവാനും ഒക്കെയായി നിരവധി പേർ ഇവിടേക്ക് എത്തുകയാണ്. യഥാർത്ഥത്തിൽ കൊച്ചിക്കാരെ സംബന്ധിച്ച് ഓണം എന്ന് പറഞ്ഞത് വളരെ കളറായി ആഘോഷിക്കുന്ന ടീംസാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എല്ലാ ഷോപ്പുകളിലും ആൾക്കാരുടെ ഒരു തിരക്ക്. ഇന്ന് ഉത്രാട പാച്ചിലും ഇത്തരത്തിൽ വലിയ തിരക്ക് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പച്ചക്കറി കടകൾ, ഒപ്പം തന്നെ പൂക്കടകൾ, ഇവിടെയൊക്കെയാണ് ഇത്തരത്തിൽ വലിയ തിരക്ക് ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടുന്നത്. ഇനി അങ്ങോട്ടേക്ക്, അതായത് ഏകദേശം ഉച്ചയോടൊക്കെ ആകുമ്പോഴേക്കും കൊച്ചി നഗരം മൊത്തം വലിയ തിരക്കിലേക്ക് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിലിപ്പോൾ പച്ചക്കറി കടയിൽ വലിയ തിരക്ക് തന്നെ ഉണ്ട്. നമുക്കിവിടെ കച്ചവടക്കാരോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഓണത്തിൻ്റെ തിരക്ക്? ഓണത്തിന് തിരക്ക് തുടങ്ങണല്ലേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് 10 മണിയാകുമ്പോഴത്തേക്കും തിരക്കായി. ഇതിപ്പോൾ ആളുകൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ആൾക്കാർ വന്നാലേ നമ്മളെ കച്ചവടം മൂവ് ആവുള്ളൂ. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടുണ്ട്. 2 ദിവസം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ലാസ്റ്റ് ഉത്രാടപ്പാച്ചിലാണ്. ആ പാച്ചിൽ ആൾക്കാർ വന്നാൽ മാർക്കറ്റ് കച്ചവടക്കാർ രക്ഷപ്പെടും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതായിരിക്കില്ല സ്ഥിതി, നല്ല തിരക്കായിരിക്കും എന്നാണ് പ്രതീക്ഷ. കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണല്ലോ കൊടുക്കുന്നത്. ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും ഓൺലൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു 10 മണിയായതിനു ശേഷം നോക്കിയാൽ കച്ചവടത്തിന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ലാഭിഷമായിട്ട് കച്ചവടം ഉണ്ടാവും. കച്ചവടക്കാർക്ക് കച്ചവടം കൂടി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് 2 ദിവസം കൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ 10 മണിക്ക് ശേഷം ഇനി നോക്കിയാൽ മതി. കാര്യം ഇപ്പോൾ രാവിലെ ഉറക്കത്തിന് ആൾക്കാരെ എണീക്കണ്ടേ. എണീച്ച് ഇങ്ങോട്ട് പോകുന്നാലേ കച്ചവടം ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇനി മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷ കേട്ടോ. ഇപ്പോൾ ഏതായാലും ലോഡൊക്കെ ഇറക്കുന്ന ഒരു തിരക്കാണ്. ലോഡ് ഇറക്കി സാധനങ്ങൾ ഓരോ കടകളിൽ എത്തിയതിന് ശേഷം മാത്രമേ കച്ചവടം മുന്നോട്ട് പോകുള്ളൂ. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ലാഭിഷമായിട്ട് കച്ചവടം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ. ആ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്തവണത്തെ ഓണം അടിപൊളിയായിരിക്കുന്ന ഒരു പ്രതീക്ഷ. സൂപ്പറായിട്ടാണ്. നല്ല മുന്നോട്ട് പോകുന്ന സാധനങ്ങൾക്ക് വില കുറവുണ്ട്. എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ജനങ്ങളും നല്ല സഹകരണമുണ്ട്. കച്ചവടക്കാരും സഹകരിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും കുഴപ്പമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ വിനിഷ, അത് തന്നെയാണ്. അതായത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണത്തെ ഓണം അടിപൊളിയായിരിക്കുമെന്ന ഒരു അഭിപ്രായം തന്നെയാണ്. കാരണം സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട്. അതിനാൽ തന്നെ ആളുകളൊക്കെ തന്നെ ഇവിടെ വന്ന് എല്ലായിടങ്ങളിലും വന്ന് സാധനങ്ങൾ നല്ല രീതിയിൽ വാങ്ങിപ്പോകുന്നുണ്ട്. ഇനി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ ആയതുകൊണ്ട് ഇപ്പോൾ ലോഡ് ഇറക്കുന്ന ഒരു തിരക്കും അത്ര മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ പച്ചക്കറി മാർക്കറ്റിൽ വലിയ തിരക്ക് അനുഭവപ്പെടുക എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ചേട്ടാ, എങ്ങനെയാണ്? തിരക്കാകണമെങ്കിൽ കുറച്ച് കഴിയേണ്ടി വരും അല്ലേ? കുറച്ച് കഴിയേണ്ടി വരും. ഏതായാലും ആളുകൾ വന്നു തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് സമയം കൂടി എടുക്കും. ഞങ്ങൾ അധികം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കച്ചവടം നല്ലതുണ്ടാവും. എന്നാലും ഇപ്പോഴേ ആൾക്കാരൊക്കെ വന്ന് സാധനങ്ങൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഭാഗങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നോ? ഇന്നലെയും നല്ല ആളുകളൊന്നും ഉണ്ടായിരുന്നു. ചില്ലറ മേടിക്കാൻ ആളുകളുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണത്തെ ഓണം കളറായിരിക്കും. ഹാപ്പി വേണം. എങ്ങനെയുണ്ട്? അടിപൊളി. ഇത്തവണ ഏറ്റവും നല്ലത്, പ്രകൃതിയും നല്ലത്, നമുക്ക് സുഖമായിട്ട് ആഘോഷിക്കാം. നല്ല കാലാവസ്ഥ, മഴയില്ല. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് സന്തോഷമാണ്. വെരി വെരി ഹാപ്പി ഓണം. മൊത്തത്തിൽ എങ്ങനെയാ കച്ചവട കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നല്ല രീതിയിൽ നടക്കണം. ഒന്നിനും ഒരു കുറവില്ല. പുതിയ മാർക്കറ്റ് വന്നപ്പോഴേ ഉഷാറായി. ഓക്കെ ഹാപ്പി ഓണം. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞോളൂ, ഇത് ആ ഒരു മാർക്കറ്റിൻ്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് മുഖ്യമന്ത്രി ഈ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ആ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ലോഡ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരു തിരക്ക് തന്നെയാണുള്ളത്. ഇനി അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ കഴിയുന്നതോറേക്കും കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി എത്തും. അതോടൊപ്പം തന്നെ മറ്റ് പച്ചക്കറി കടകളിലും ഒപ്പം തന്നെ പൂക്കടകളിലും തിരക്ക് ആകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകേണ്ടിയിരിക്കുന്നു. മറ്റു കടകളിലേക്ക് അടക്കം വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കച്ചവടക്കാർ ഒക്കെ ഉള്ളത്. വലിയ തിരക്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതിനാൽ തന്നെ ഇത്തവണത്തെ ഓണം കളറായിരിക്കുമെന്നാണ് പൊതുവെ കൊച്ചിക്കാരുടെ ഒരു അഭിപ്രായം. വിനിഷ.